വെൽക്കം ടു പെൻഡാറ്റ്. ഞാൻ സഞ്ജു, എൻ്റെ കൂടെയുള്ളത് മഞ്ജേഷ്. ഇൻഡോ MIM IPO ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇൻഡോ MIM എന്ന് ഉദ്ദേശിക്കുന്ന മെറ്റൽ ഇഞ്ചക്ഷൻ മോൾഡിംഗ്, അതൊരു ടെക്നോളജിയാണ്. ഈ കമ്പനി സ്ഥാപിച്ചേക്കുന്നത് 1996 ഇവർ പ്രധാനമായിട്ടും ഗ്ലോബൽ ലീഡർ ഈ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് കമ്പോണൻസ് അത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഇവർ ലീഡറായിട്ട് നിൽക്കുന്നത്. ഈ മോൾഡ് ഡിസൈനിങ്, അതുപോലത്തെ ഫിനിഷിംഗ്, അസംബ്ലിംഗ്, 3D മെറ്റൽ പ്രിന്റിംഗ് അത്തരം കാര്യങ്ങളിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത കമ്പനിയാണ്. പ്രധാനമായിട്ടും IPO വരുന്നത് 23 തൊട്ട് 27 വരെയാണ് വരുന്നത്. ലിസ്റ്റ് ചെയ്യുന്നത് 30 ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഫേസ് വാല്യൂ വരുന്നത് 1 ആണ്. പ്രൈസ് ബാൻഡ് വരുന്നത് 461, 485 റേഞ്ചാണ് വരുന്നത്. ഒരു ലോട്ട് എന്ന് പറയുന്നത് 30 ഷെയർസ് ആണ്. ഇതും OFS രീതിയിലാണ് വരുന്നത്. OFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള പ്രൊമോട്ടർമാർ ഷെയർ വിൽക്കുകയാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ROE 21 വരും, ROCE എന്ന് പറയുന്നത് 26 വരും, ഡെറ്റ് ടു ഇക്വിറ്റി 0.39 ആണ് വരുന്നത്. കടം കുറവാണെന്ന് പറയാം. അതുപോലെ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് 21.26 വരും. ഇതിനൊരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം വരുന്നത് 194 രൂപയാണ് വരുന്നത് പ്രീമിയം വരുന്നത്. ഇപ്പോൾ താരതമ്യേന കുറച്ച് കൂടുതൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ട്. ഇതിന് 23,981 ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ബാക്കി EPS വരുന്നത് 11, PE വരുന്നത് 44 വരുന്നത്. പ്രധാനമായിട്ടും ഈ ടെക്സ്റ്റൈൽ സെക്ടറിനൊക്കെ ഇപ്പോൾ ഒരു പൊതുവെ ഈ FTA വന്നുകൊണ്ട്, അതായത് നമ്മൾ UK കയറ്റി അയക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ വരുന്ന വർഷങ്ങളിൽ ഇത്തരം മിഷനറിക്കൊക്കെ വരാം. എങ്കിൽ പോലും ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂയിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇൻഡോ MIM പറ്റി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.